Hi and welcome to the new video. In this video, I'll be discussing about power in three-phase system with balanced load. നമുക്ക് രണ്ട് തരത്തിലുള്ള ലോഡുകളുണ്ട്, ബാലൻസ്ഡും ഉണ്ട്, അൺബാലൻസ്ഡും ഉണ്ട്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫേസിലെ ലോഡുകളും ഈക്വൽ ആയിട്ട് വരിക, കറണ്ടുകൾ ഈക്വൽ ആകുമ്പോൾ അതിനെ പറയുന്നതാണ് ബാലൻസ് ലോഡ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ഈക്വൽ ആകുമ്പോൾ. അൺബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ അല്ലാത്ത ഇമ്പിഡൻസ് വന്നാലാണ്. നമുക്ക് തൽക്കാലം അൺബാലൻസ്ഡ് കേസ് പഠിക്കാനില്ല, ബാലൻസ്ഡേ ഉള്ളൂ, കറണ്ട് സെയിം ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു കേസിൽ അതായത് സെയിം കറണ്ട് ഫ്ലോസ് ഇൻ ഈച്ച് ഫേസ് ഓർ സെഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വി പി ഐ പി ഫേസ് വോൾട്ടേജും കറണ്ടും വി എൽ ഐ എൽ വേണമെങ്കിൽ വി പി എച്ച് ഐ പി എച്ച് നിന്ന് എടുക്കാൻ നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് RMS വാല്യൂസ് ആണ് വിചാരിക്കുക. അപ്പോൾ ഒരു ഫേസിലത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസിലത്തെ നമുക്ക് റിയൽ പവറിൻ്റെ ഇക്വേഷൻ അറിയാം, വി ഐ കോസ് ഫൈ ആണ്. അപ്പോൾ ഇതിവിടെ വരുമ്പോൾ വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ എന്ന് വരും. ത്രീ ഫേസ് ആകുമ്പോൾ 3 ടൈംസ് എടുക്കേണ്ടി വരും, 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ എന്നുള്ള രീതിക്ക് വരും. ഇതാണ് ഒന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യം, 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ എന്ന് പറയുന്നതാണ് നമ്മളെ ത്രീ ഫേസ് പവർ. ഇനിയിപ്പോൾ അത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ റിലേഷൻസ് അറിയാം. ഐ എൽ ഐ പി ആണ്, ഐ എൽ ഈക്വൽ ടു ഐ പി അല്ലെങ്കിൽ ഐ പി എച്ച് ആണ്, വി എൽ ഈക്വൽ ടു √3 വി പി എച്ച് ആണ്, അല്ലെങ്കിൽ വി പി എച്ച് ഈക്വൽ ടു വി എൽ ബൈ √3. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലൈൻ ടേംസിലാക്കാം. സോ പവർ ഈക്വൽ ടു √3 വി എൽ ഐ എൽ കോസ് ഫൈ എന്നാണ് കിട്ടുക. ഡെൽറ്റ കണക്ഷനിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഡെൽറ്റ കണക്ഷനിൽ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വേഷൻ അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയായിരിക്കും, √3 വി എൽ ഐ എൽ കോസ് ഫൈ. അപ്പോൾ പവറിന് രണ്ട് എക്സ്പ്രഷൻസ് പറഞ്ഞതാണ്. ത്രീ ഫേസ് പവർ പി ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ നിങ്ങൾ 3 വി പി എച്ച് വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ. അപ്പോൾ അത് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫേസ് പാരാമീറ്റർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് √3 വരും. √3 വരുന്നത് ലൈൻ വെച്ചിട്ടാണ്, √3 വി എൽ ഐ എൽ കോസ് ഫൈ ആണ്. അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി, 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ, അത് മാത്രം പഠിച്ചിട്ട് അത് മാത്രം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഇതേപോലെ തന്നെ നമുക്ക് റിയാക്റ്റീവ് പവർ എഴുതാം. 3 വി പി എച്ച് ഐ പി എച്ച് എന്ത് എഴുതേണ്ടി വരും, സൈൻ ഫൈ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ മറ്റേ കേസിലാണെങ്കിൽ √3 വി പി എച്ച് ഐ പി എച്ച് എന്താ പറയുക, സോറി വി പി എച്ച് ഐ പി എച്ച് അല്ല, ലൈനിലോട്ടാണ് എഴുതുന്നത് നമ്മളപ്പോൾ √3 വി എൽ ഐ എൽ സൈൻ ഫൈ എന്ന് വരും. അപ്പോൾ ഇത് ഏതായാലും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി, 3 ടൈംസ് ഫേസിൻ്റെ 3 ടൈംസ്. ഓക്കെ, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ പ്രോബ്ലത്തിൽ ചോദിക്കുന്നതാണ്.